ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലെ 32-ാം വാക്യമാണ് പഠിക്കുന്നത്. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അബ്രഹാം സൊദോം ഗൊമോറ ദേശങ്ങൾ നശിപ്പിക്കാൻ പോകുന്ന ദൈവത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്, അത് നശിപ്പിക്കല്ലേ എന്ന്. അവൻ പറഞ്ഞു, കർത്താവെ കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെയുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. നമ്മുടെ മക്കളൊക്കെ ഇച്ചിരി അനുസരണക്കേടൊക്കെ കാണിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കർത്താവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം, കർത്താവെ അവരോട് ക്ഷമിക്കണമേ എന്ന്. പിന്നെ ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി. ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഓർഡറിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളിലുള്ള വാക്യങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ട്. ഈ പ്രാർത്ഥനകൾ, ബൈബിളിലെ പ്രാർത്ഥനകൾ, എൻ്റെ വീഡിയോയിൽ വരുന്ന പ്രാർത്ഥനകൾ എഴുതുന്ന ആൾക്കാർ, അവരൊരു ചെറിയ തിരുത്ത് വരുത്തണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ പ്രാർത്ഥന 24-ാം വാക്യത്തിലെ 12-ാം വാക്യമാണെന്നാണ്, തെറ്റിപ്പോയി. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന 18-ാം അധ്യായം 32-ാം വാക്യവും ഒരു പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥനയാണ് 2-ാമത്തെ പ്രാർത്ഥന, അത് 3-ാമതാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ പ്രാർത്ഥന ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. 18-ാം അധ്യായം 32-ാം വാക്യം. അവൻ പറഞ്ഞു, കർത്താവെ കോപിക്കരുതേ, ഒരു തവണ കൂടെ മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളൂ എങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. ആമേൻ.